ഇതെല്ലാം ഈ 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ എഴുതിയുണ്ടാക്കി ഞങ്ങളുടെ സ്വത്തുക്കളാണ് കേട്ടോ. ഇനിയിപ്പോ കോഴ്സൊക്കെ കഴിഞ്ഞു പോകുമ്പോ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാലോ. അത് കാരണം കൊണ്ട് എല്ലാം തിരിച്ചു വെക്കുകയാണ്. വിൽക്കാനുള്ളതൊക്കെ കുറച്ചധികം വീട്ടിലേക്ക് കൊറിയർ അയക്കാനും ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ വിൽക്കാനും കൊറിയർ അയക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിട്ടോ. എനിക്കിതെല്ലാം ചോന്നും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഞാൻ എന്റെ ലഗേജ് എല്ലാം അവിടെ നിന്ന് കൊറിയർ അയക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പാക്കൊക്കെ ചെയ്ത് ഒരു ടീമിനെ ആക്രിക്കടയിലേക്കും വിട്ടു. ഞങ്ങളിതാ DTDCയിലേക്കും പോവാണ് കേട്ടോ. ഒരു 10-20 കിലോന്റെ സാധനം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ പോയി കൊറിയർ അയച്ചു വന്നപ്പോഴത്തേക്കും ആക്രിക്കടയിൽ പോയ ടീംസ് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 500 രൂപയാണ്. അതിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ 80 രൂപ പോകും. ബാക്കി 450 രൂപ നമുക്ക് 450 രൂപ. പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ നമ്മുടെ 2 ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് കുറച്ച് സംസാരിച്ച് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴാ എല്ലാരും ആക്രി വിറ്റ് മന്തി വാങ്ങി കഴിക്കായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് കഴിച്ചു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിലെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു കേട്ടോ.